നമസ്കാരം. ചില മനുഷ്യർ ഒരു പ്രഭാവലയം സൃഷ്ടിച്ച് സമൂഹത്തിൽ ഉയർന്നു നിൽക്കുകയും അടുത്ത നിമിഷം തകർന്നു വീഴുകയും ചെയ്യുന്ന കാഴ്ച നമ്മളെ വേദനിപ്പിക്കും. ഞാൻ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളല്ല. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് എന്തോ ഒരു ഇഷ്ടം തോന്നും. അതങ്ങനെയാണല്ലോ ചിലരോട്. ചില ശത്രുക്കളോട് ആണെങ്കിൽ പോലും നമുക്ക് ഒരു കാര്യമില്ലാതെ ശത്രുത തോന്നാം, ഒരു കാര്യമില്ലാതെ ഇഷ്ടവും തോന്നാം. അതിൽ ഇഷ്ടം തോന്നുന്ന ഒരാളാണ് കടകംപള്ളി സുരേന്ദ്രൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് അതിഭയങ്കരമായിട്ടുള്ളൊരു ദുഃഖമുണ്ട്, ദുഃഖാവസ്ഥ. കാരണം രാഷ്ട്രീയത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ചുറ്റുമുള്ളവർക്ക് ഊർജ്ജം കൊടുക്കുന്നതാണ്. ആ ഊർജ്ജം എവിടെയാണ് നഷ്ടപ്പെട്ടത്? 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയുടെ ആയിട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണം പുറത്തു വന്നിരുന്നു. യൂട്യൂബ് ചാനലുകൾ അത് ആഘോഷിക്കും, ചിലരത് ബ്ലാക്ക്മെയിൽ ചെയ്യും. സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആൾക്കാരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് എല്ലാവർക്കും ഉണ്ടല്ലോ. ഈ പറയുന്നവർക്കൊക്കെ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്നും വിഷയമില്ല. പക്ഷേ ഇതൊക്കെ തന്നെ സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ എനിക്കറിയാം. അതിലൊരാളിപ്പോൾ ഇല്ല. അത്തരം ചൂഷണത്തിന് വിധേയരാക്കിക്കൊണ്ടിരുന്ന ഒരാൾ ഈ ഭൂമിയിലില്ല. മറ്റുള്ളവൻ്റെ അഭിമാനം ഇല്ലാതാക്കാൻ ശ്രമിച്ച് നേട്ടങ്ങൾ കൊയ്തെടുക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരെയൊക്കെ കാലം കൊടുക്കുന്ന ശിക്ഷയിൽ അനുഭവിച്ചേ പറ്റൂ. മനുഷ്യൻ്റെ മൃദുല വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങളിൽ അത്തരം വികാരങ്ങളെ ചൂഷണം ചെയ്യുന്ന ചില മനുഷ്യർ അതൊരു ആനന്ദകരമായി കാണുന്ന, മറ്റുള്ളവൻ്റെ ദൗർഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ദുരിതങ്ങൾ, ആ ദുരിതങ്ങളെ അവനൊരു സമ്പന്നമായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയും പിന്നെ അത് തകർന്നു വീഴുകയും ചെയ്തതിന് ശേഷം അതിനെ പെരുപ്പിച്ചു പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ സ്ഥാനം നേടാൻ ചെയ്യുന്ന ചില യൂട്യൂബ് ചാനലുകാരും ഒക്കെ അവരുടെയൊക്കെ മനസ്സിൻ്റെ ആത്മസംതൃപ്തിയാണത്. അത്തരത്തിൽ പെട്ട ഒന്നാണ് കടകംപള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ സൗഹൃദമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം. നമുക്കത് കേൾക്കാനൊന്നും തോന്നില്ല. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ സമൂഹത്തിൽ മറ്റുള്ളവരുടെ മതിപ്പ് നിറഞ്ഞു നിൽക്കുന്ന, ബഹുമാനിക്കപ്പെടുന്ന ചില വ്യക്തിത്വങ്ങൾ അതിൽ ചെന്ന് പെടുമ്പോഴുണ്ടാകുന്ന ചില അവസ്ഥകൾ, ചില സാഹചര്യങ്ങൾ, ഞാനതിൻ്റെ പൂർവ്വജന്മം നോക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ പൂർവ്വജന്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാശത്തിന് കാരണക്കാരായ 2 പേരിൽ ഒന്നാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റിയും പിന്നെ ഒരു സ്ത്രീയും. ആ സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്ന ആ സൗഹൃദത്തിലേക്ക് നമ്മൾ പോയി പെട്ടുകഴിഞ്ഞാൽ, ആ സൗഹൃദങ്ങളിൽ പിന്നെ വിട്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടു എന്നുള്ളത് തന്നെ കരുതണം. നമ്മൾ അവരുടെ പൂർവ്വജന്മം എടുക്കുമ്പോൾ നമ്മളാൽ വഞ്ചിക്കപ്പെട്ട ഒരു സ്ത്രീ ആയിരിക്കും 100% ഈ വ്യക്തി. ഞാൻ പൂർവ്വജന്മങ്ങൾ നന്നായി പരിശോധിക്കുന്ന, ഇല്ലെങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ആൾക്കാരുടെ പതനത്തിന് കാരണക്കാരായ ആൾക്കാരെ കണ്ടെത്തുമ്പോൾ ഞാൻ തിരിച്ചറിയുന്ന ഒരു വലിയ സത്യമാണത്. കടകംപള്ളിയുടെ പതനം ആസന്നമായിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന എത്രയോ ജന്മത്തെ ഒരു പൈശാചികമായിട്ടുള്ളൊരു കൃമി എത്ര പേരെയാണ് ഇല്ലാതാക്കി കളഞ്ഞത്. മന്ധര കൈകേകിയുടെ പോയിട്ട് ഒരു രാജ്യം നഷ്ടപ്പെടുത്തിയ, അല്ലെങ്കിൽ മനോദുഃഖത്തിന് കാരണം ചരിത്ര പുരാണങ്ങളിൽ എന്നും തന്നെ ഒരിടത്തും ഒരു ഇരിപ്പിടം പോലും കൊടുക്കാൻ കഴിയാത്ത മന്ധര എന്ന കഥാപാത്രത്തെ പോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് കാതിൽ ഓതിക്കൊടുത്താണ് എത്രയോ മനുഷ്യരെ ഭൗതികമായിട്ട് ജീവിതത്തിൽ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന ആ തന്ത്രിയുടെയൊക്കെ അവസ്ഥ എന്ത് ദയനീയമാണ്. ഇയാൾ എങ്ങനെയാണ് കടകംപള്ളിയുടെ അടുത്തേക്ക് പ്രിയപ്പെട്ടവനായിട്ട് മാറിയത്? ഇയാൾ എങ്ങനെയാണ് ഈ രാജീവ് കണ്ഠനാരുടെ പ്രിയപ്പെട്ടവനായിട്ട് മാറിയത്? രാജീവ് കണ്ഠനാർ നേട്ടങ്ങൾക്ക് വേണ്ടി അവനെ എവിടുന്നോ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനെ വിളിച്ചുകൊണ്ട് വന്നതാണെന്നുള്ളത് ഞാൻ വളരെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. യാതൊരു ലക്ഷണവുമില്ലാത്തൊരുത്തൻ അവനെയൊക്കെ പിടിച്ച് കോട്ടൊക്കെ ഇട്ട് കൂടെ ഇരുത്തി സംസാരിപ്പിച്ച കടകംപള്ളിയുടെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. താങ്കൾ എങ്ങനെയാണ് അവൻ്റെ പിടിയിൽ പെട്ടുപോയത്? അവൻ്റെ വലയത്തിനുള്ളിൽ പെട്ടുകഴിഞ്ഞാൽ രക്ഷപ്പെടാൻ താങ്കൾക്ക് കഴിയുമായിരുന്നില്ല എന്നുള്ളതാണോ അതിൻ്റെ സത്യം? ഒരിക്കൽ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ പിന്നെ പൊള്ളുന്നതൊന്നും വലിയ വിഷയമല്ല എന്ന് കരുതിയത് കൊണ്ടാണോ? എന്ത് ദയനീയമായ ഒരവസ്ഥയിലൂടെയാണ് താങ്കൾ കടന്നു പോകുന്നത്? താങ്കളുടെ വാർത്താ ചാനലുകൾക്ക് മുമ്പിൽ താങ്കൾ വാക്കുകൾക്ക് വേണ്ടി മൂർപ്പുമുട്ടുന്നത് കാണുന്നു. എന്തും വളരെ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കടകംപള്ളി എന്ന് പറയുന്ന ആ സ്ഥലത്തെ
പേര് പറഞ്ഞാൽ തന്നെ സുരേന്ദ്രൻ എന്നറിയാതെ കൂട്ടി വായിക്കാൻ മനുഷ്യർ നിർബന്ധിതരായെന്ന അവസ്ഥയിലേക്ക് ഉയർന്നു വന്ന ദൈവകൃപയോട് വളർന്നു വന്ന താങ്കൾക്ക് എവിടെയാണ് അബദ്ധം പറ്റിയത്? ആസന്നമായ പതനത്തിൽ നമ്മൾ ദുഃഖിച്ചേ മതിയാകൂ. അദ്ദേഹത്തിന് കാരാഗ്രഹവാസം ലഭിക്കും എന്നുള്ളതാണ് ലക്ഷണശാസ്ത്ര പ്രകാരം. രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായി തീരുകയും ഇനി ശേഷിക്കുന്ന ജീവിതം വളരെ ദുരിതപൂർണമായി തീരാനുമുള്ള സാധ്യത, സമൂഹത്തിൽ ഒറ്റപ്പെടുക, ബന്ധുക്കളിൽ നിന്ന് ഒറ്റപ്പെടുക, അതൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ആ ലക്ഷണശാസ്ത്രപരം. അദ്ദേഹത്തിൻ്റെ ഒരു വീർപ്പുമുട്ടലുകൾ, ഞാനിപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാർത്ത ഇത് കാണുകയായിരുന്നു. അദ്ദേഹത്തിന് ഒന്നും പറയാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നവനുമായിട്ടൊരു എങ്ങനെയാണ് ഇങ്ങനെയുള്ളവനുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ടാകുന്നത്? കാലക്കേടിന് പൂർവ്വജന്മത്തിൽ നമ്മളാൽ നശിപ്പിക്കപ്പെട്ട ഒരുത്തരുണ്ടെങ്കിൽ അവൻ ഈ ജന്മത്തിൽ വന്ന് നമ്മളെ നശിപ്പിക്കുമെന്ന് പറയും. അങ്ങനെയാണല്ലോ, അങ്ങനെയാണ് കാലം, അങ്ങനെയാണ്. അവനിങ്ങനെ ഒരു ചക്രം തിരിഞ്ഞ് വരും. പൂർവ്വജന്മത്തിലെ ശത്രുക്കൾ മക്കളായിട്ട് ജനിക്കുമെന്ന് പറയും. ശരിയാണത്. ഇപ്പോഴത്തെ നോക്കുമ്പോൾ പഠനങ്ങൾ, ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന എല്ലാം പഠന വിഷയമാക്കാറുണ്ട്. ഈ സ്ത്രീ സൗഹൃദങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ, പരപുരുഷ ബന്ധമുള്ള സ്ത്രീകളുമായിട്ടുള്ള സൗഹൃദങ്ങൾ, ഇതൊക്കെ തന്നെ തന്ത്രമാന്ത്രികത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും അതിൻ്റെ പ്രഭ മങ്ങിപ്പോകുമെന്നും കർമ്മസ്ഥാനത്ത് ബന്ധനം വരുമെന്നുള്ളത് വലിയ ഒരു സത്യമാണ്. അതാണ് കടകംപള്ളിക്ക് പറ്റിയത്. വളരെ ശോഭിച്ച് നിൽക്കുന്ന നമ്മുടെ ശിവജി എന്ന് പറയുന്നൊരു നടനുണ്ടായിരുന്നു മലയാളത്തിൽ. ഒരുപാട് ഈ ആകാശഗംഗയിലൊക്കെ നല്ല വില്ലൻ വേഷം ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും ഇതുപോലൊരു വലിയൊരു അപകടം ഉണ്ടായി. ആ സമയത്ത് ഇങ്ങനെ വരും ഒരെണ്ണം, മദാലസ വേഷം ധരിച്ച് വന്ന് പുരുഷൻ്റെ മനസ്സിനെ വശീകരിച്ച് പുരുഷനെ അതിനകത്തിട്ട് കലക്കി. എൻ്റെ കപട സന്യാസി ഒരു ആത്മകഥ വായിച്ചിട്ട് ഇത്തരം വിശേഷങ്ങൾ ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പെട്ടുപോകും പുരുഷൻ. അത് നമ്മൾ പുരാണം എടുത്താലും ചരിത്രം എടുത്താലും ഒക്കെ കണ്ടിട്ടില്ലേ? പുരാണങ്ങളിലല്ല ഇതുപോലുള്ള വശ്യത. ആ വശ്യതയിൽ അവൻ്റെ സകല പ്രഭയും വന്നു. ഇങ്ങനെ വരുന്നതെല്ലാം തന്നെ പൂർവ്വജന്മ ശത്രുക്കളാണ്. അങ്ങനെ കടകംപള്ളിയുടെ പൂർവ്വജന്മ ശത്രുക്കളായിട്ടുള്ള ഒരു സ്ത്രീ, പരപുരുഷ ബന്ധമുള്ള ആ സ്ത്രീയുടെ നെഗറ്റീവ് എനർജി, അവളുമായിട്ടുള്ള സമ്പർക്കം സ്പർശിച്ചൊന്നും എനിക്കറിഞ്ഞൂടാ. ആ സമ്പർക്കവും സൗഹൃദം മാത്രം മതി, വശീകരിക്കാൻ പറ്റും. ഞാൻ പണ്ടൊരു സ്ത്രീയെ പരിചയപ്പെട്ടു. ആ സ്ത്രീ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അവരങ്ങ് ആത്മീയത ഒരുപാട് പ്രസംഗിക്കും. അതുമാത്രമല്ല, രണ്ടാമത് അവർ ഭർത്താവും കുട്ടികളൊക്കെ ഉള്ള സ്ത്രീയാണ്. അവർ തിരുവനന്തപുരത്തുള്ള ഒരു പുരുഷനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പരസ്യമായിട്ടാണ് പറയുന്നത്. ഞാൻ അവനുമായിട്ട് കിടപ്പറ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെയാണ്, എനിക്ക് പുരുഷൻ്റെ ഒന്നും ആവശ്യമില്ല, അവൻ എന്നെ നല്ലവണ്ണം എനിക്ക് ശാരീരിക സംതൃപ്തി തരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് പറയുന്ന ഒരു സ്ത്രീ. അത്യാവശ്യം കവിതയൊക്കെ എഴുതുന്നതാണ് കേട്ടത്. അപ്പോൾ അവരെന്നെ പല പ്രാവശ്യം വിളിക്കും. ഞാൻ ടീച്ചറെയൊന്നും കല്യാണം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന കാലത്താണ്. അവരുടെ സൗഹൃദ സംഭാഷണങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ചില വശീകരണങ്ങൾ കടന്നു വരും. ഞാൻ താമസിക്കുന്ന ഇടത്തേക്ക് അവർ വന്നു. ഞാൻ അവരെ കാണുക പോലും ചെയ്തില്ല. ഞാൻ അവിടെ അല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. ആ ഒഴിവാക്കാൻ്റെ വൈരാഗ്യത്തിൽ ഇപ്പോഴും എൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ അടിയിൽ വന്ന് തോന്നിവാസങ്ങൾ എഴുതും, അനാവശ്യങ്ങൾ എഴുതും. ആ സ്ത്രീയുടെ പക അതാണ്. എൻ്റെ വാസസ്ഥലത്തേക്ക്, എൻ്റെ ആ ദേശത്തേക്ക് അവർ എത്രയോ കിലോമീറ്റർ വണ്ടി കയറി വന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അവരെന്നിട്ട് പലയിടത്തും വളരെ മോശമായിട്ട് നമ്മളെക്കുറിച്ച് സംസാരിക്കും. അപ്പം ഞാൻ അവരെ കണ്ടു. ഞാൻ അവരെ കയറി പിടിക്കാൻ പോയോ? അവരോട് എന്താണ് ചെയ്തത്? അപ്പോൾ ചോദിച്ചു, എന്നെ കാണാൻ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ അവർ വരും. ആ സമയം അങ്ങനെയാണ്. ആ സമയത്തെ നമുക്ക് അതിജീവിക്കാൻ പറ്റിയാൽ, ഞാനത് തുറന്ന് പറയുന്നതുകൊണ്ടാണ്. എൻ്റെ കപട സന്യാസിയുടെ ആത്മകഥയ്ക്കകത്ത് ഞാൻ ഇത്തരം ഒരുപാട് വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ അത്തരം ഒരു അവസ്ഥ അതിജീവിക്കാൻ പറ്റില്ല. അത് ഒരു സ്ത്രീ സൗഹൃദത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുതന്നെ ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഉണ്ണികൃഷ്ണൻ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദുർബലമായ എന്ത് വികാരങ്ങളിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റി കടന്നു പിടിച്ചത്? ഒരു മനുഷ്യൻ്റെ ദുർബല വികാരങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് രഹസ്യാത്മകമായ ഒരു സ്വഭാവം സൂക്ഷിച്ചുകൊണ്ടാണോ ഈ കടകംപള്ളിയെ ഇയാൾ വീഴ്ത്തിയത്? ഇതില്ലെങ്കിൽ അയാളുടെ ഒരു മന്ത്രിയായിരിക്കുന്ന ഒരാൾ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരാൾ എന്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ പോലുള്ളവൻ്റെയൊക്കെ വീട്ടിൽ ചെന്ന് എന്ത് ഉപകാരം കൊടുക്കാൻ നിൽക്കുന്നത്? എന്തൊരു ഉപഹാരമാണ് കൊടുക്കാൻ വേണ്ടത്? അയാൾ എത്രയോ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുന്ന ഒരാൾക്ക് ഈ കേരളത്തിലെ എന്തുമാത്രം ക്ഷേത്രങ്ങളിലെ മഹാതന്ത്രിമാരെ അറിയാം. ഈ പാത്രം കഴുകാൻ നിന്നവനെയൊക്കെയാണോ ചേർത്ത് പിടിച്ചത്? അതിൻ്റെ പരിണിത ഫലമല്ലേ ഇരിപ്പിടം നഷ്ടപ്പെടാൻ പോവുള്ളൂ. ഇപ്പോഴത്തേക്ക് ഒരു സീറ്റെങ്കിലും കിട്ടുമോ? കുടുംബക്കാരുടെ മുഖത്തേക്ക്, ബന്ധുക്കളുടെ മുഖത്തേക്ക്, സഖാക്കന്മാരുടെ മുഖത്തേക്ക് എങ്ങനെ കടകംപള്ളിക്ക് നോക്കാൻ കഴിയും? വീഴ്ത്തിക്കളഞ്ഞില്ലേ അവൻ? ഇനി അനുഭവിക്കാൻ പോകുന്നത്, സത്യം പറഞ്ഞാൽ താങ്കൾ കാരാഗൃഹത്തിൽ കിടക്കുന്ന കാര്യം, കാരാഗൃഹത്തിലേക്ക് എത്തപ്പെട്ടാലുണ്ടാകുന്ന അവസ്ഥകൾ
ഒന്നുമല്ലാതായി പോകുന്ന അവസ്ഥകൾ, ഇതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ താങ്കളെ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഞാനും ടീച്ചറുമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ താങ്കൾ ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോൾ എനിക്ക് താങ്കളോട് ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു നമസ്തേ പറഞ്ഞു, താങ്കൾ വിശേഷം അന്വേഷിച്ചിട്ട് പോയി. പക്ഷേ താങ്കളോട് എനിക്കൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം ഇപ്പോഴുമുണ്ട്. താങ്കൾ ഇങ്ങനൊരു ആപത്തുണ്ടായല്ലോ, ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായല്ലോ, ഇതിനെന്താണ് പരിഹാരം? ഒരു പരിഹാരമില്ല. കളിച്ചത് ആരോടാണ്? ശബരിമല ശാസ്താവിനോടാണ്. ശബരിമല അയ്യപ്പന് തുല്യമാണ് രാജീവ് കണ്ഠരനെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ജീവിതത്തിൽ ഒരിക്കലും ഇതൊന്നും പിടിക്കപ്പെടില്ല എന്നും അയ്യപ്പൻ അപ്പുറമാണ് കണ്ഠരാനെന്നും ഈ കണ്ഠരന് നിൽക്കുന്നിടത്തോളം കാലം തന്ത്രി പറയുന്നതിനപ്പുറം ഒന്നുമില്ല, ശബരിമലയിൽ ഒന്നുമില്ല എന്ന് വിചാരിച്ചത് വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇവരെല്ലാം പെട്ടുപോയത്. അയാളും കിടക്കണില്ലേ തറയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലത്ത്, ശുദ്ധിയും അശുദ്ധിയും ഒന്നും ഇല്ലാതെ, ശുദ്ധമൊന്നുമില്ലാതെ അശുദ്ധി മാത്രമായിരിക്കുമല്ലോ. ഉറുമ്പുകളെ എരിച്ചിറങ്ങുന്ന പിന്നെ തറയിൽ, പരിക്കൻ തറയിൽ ഒരു പായും വിരിച്ച് തലാണ പോലും ഇല്ലാതെ ഉണ്ടാവുമായിരിക്കും. കഷ്ടം എന്ന് തന്നെ പറയുന്നത്. അവരതൊക്കെ അനുഭവിക്കാൻ യോഗ്യതയുള്ളതാണ്. ഭഗവാന്റെ സ്വത്ത്, ഭഗവാൻ ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ, ഭഗവാന്റെ സ്വത്തും പൊതുവൊക്കെ കൊള്ളയടിച്ച് സുരക്ഷിതമായിട്ട്. ഞാനൊരു ഫോട്ടോ കണ്ടു, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിന്നെ കടകംപള്ളിയും മന്ത്രിയുമായിട്ട് സ്വകാര്യമായി. ആ ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാകും അദ്ദേഹത്തിന് അച്ഛന് ഉപഹാരം കൊടുക്കുന്നതൊക്കെ. പിന്നെ പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വിങ്ങിപ്പൊട്ടുന്ന, ഇല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒന്നിനെ ന്യായീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് താങ്കൾ വീണു പോകുന്നത് കണ്ട് എനിക്ക് ദുഃഖം തോന്നി. താങ്കൾ എവിടെ നിൽക്കേണ്ട ആളാണ്, എവിടെ നിൽക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു സീറ്റ് പോലും കിട്ടുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. ജനപ്രീതി നഷ്ടപ്പെട്ടു പോയില്ലേ? പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടി ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ ഒരു അവസ്ഥയാണ്. താങ്കളെപ്പോലെ ഒരാൾ എവിടെയാണ് പാളിച്ച പറ്റിയത്, എവിടെയാണ് ദുർബലമായി പോയത്? ഇവിടെ നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു ഘടകം എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, വിശ്വസിക്കുന്നവരെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിക്കണം. ദൈവം ശിക്ഷിച്ചവരെ നമ്മൾ രക്ഷിക്കാൻ ശ്രമിച്ചാൽ, ദൈവം ശിക്ഷിച്ചവരെ നമ്മൾ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാൽ, ദൈവം ഉപേക്ഷിച്ചവരെ നമ്മൾ കൈകൊടുത്ത് പിടിച്ചു നിർത്തി ഉയർന്നേൽക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. പൂർവ്വജന്മത്തിലെ ശത്രുക്കളായ ഇത്തരം ആൾക്കാർ കാലചക്രം കറങ്ങി വരുമ്പോൾ മുമ്പിലൂടെ വരും, പലതും ചോദിച്ച് പ്രലോഭിപ്പിക്കും. മന്ദര ചോദിച്ചതുപോലെ കണ്ടില്ലേ കൈകേയിയെ പ്രലോഭിപ്പിച്ചത്? എന്താ എന്ത് പറ്റിയ അവസാനം ജീവിതം? ആ ഒരു രാജ്യം എവിടെയാണ് പോയി നിന്നത്? എത്ര മരണങ്ങൾ, എത്ര ദുരന്തങ്ങൾ! ഇതൊക്കെ നമുക്ക് കാലം കാട്ടിത്തന്നത് എന്താണ്? ഇതേപോലുള്ള വ്യക്തികളെ. പിന്നെ ഇവർക്ക് വേണ്ടി കേസ് വാദിക്കുക സുപ്രീം കോടതി വരെയൊക്കെ പോയിട്ട് ഒന്ന് ആലോചിക്കുക. കോടതി വരാന്തകളിൽ പോയി നിൽക്കണ്ടേ? ദൈവം കൊടുത്ത എല്ലാ സൗഭാഗ്യങ്ങളും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കോടതി വരാന്തയിൽ കൈവേലങ്ങിട്ടാലും ഇല്ലെങ്കിലും ഒക്കെ പോലീസുകാരുടെ അകമ്പടിയോടെ, ഒരു കാലത്ത് പോലീസുകാരുടെ അകമ്പടിയോടുകൂടി ബഹുമാന പുരസ്സരം നടന്നു പോരുന്നവരൊക്കെ തന്നെ കൈവിലങ്ങിട്ടില്ലെങ്കിൽ പോലും അതിന് തത്തുല്യമായി കോടതി വരാന്തകളിലും ജയിലറകളിലും കിടക്കേണ്ട ഒരവസ്ഥ. AC മുറികളില്ല, കൊതുകിൻ്റെ കടി കൊണ്ടേ പറ്റൂ. അങ്ങനെ വളരെ ദയനീയവും ദുരിതപൂർണവുമായ ഒരു വളരെ അഗാധമായ ഗർത്തത്തിലേക്ക് പോയി വീഴുന്നിരിക്കുന്ന ഇനി ആരൊക്കെ വീഴാൻ കിടക്കുന്നു? അതൊരു വളരെ ദയനീയമായിട്ട് നമുക്ക് കാലം നൽകുന്ന ഒരു വലിയ പാഠമാണിത്. നമ്മൾ ഒരുപാട് പേര് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാലമാണിത്. സമ്പന്നതയും ഭൗതിക സുഖങ്ങളും ഒക്കെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലുതാണെന്നും ഇതൊക്കെ നമുക്ക് ഏത് സമയത്തും നേടാൻ കഴിയുമെന്നും ഇതെല്ലാം ഈശ്വരൻ തരുന്ന ഭിക്ഷയാണെന്നും ആ ഭിക്ഷയൊക്കെയാണ് നമ്മളെ സമ്പന്നനാക്കി രാജകുമാരന്മാരാക്കി വാഴ്ത്തുന്നതെന്നും ഇത് ജീവിത അവസാനം വരെ തുടരുമെന്നും ഒക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ദിവസം ദൈവം അങ്ങ് മറയും. അതുവരെ നമുക്ക് തണൽ പിടിച്ചിരുന്ന ദൈവം അടുത്ത നിമിഷം കാലനായി വരും, ഏത് രൂപത്തിലും വരും. ദൈവം നമ്മളോട് തുണയായി നിൽക്കുന്നത് എപ്പോഴാണ്? നമ്മൾ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ദൈവം തുണയായി നിൽക്കും. ആ തുണയായി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഈ ചെകുത്താൻ ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ ഇതുപോലുള്ള വൃത്തികെട്ടവന്മാർ, ഈ പാത്രം കഴുകാൻ വന്നവനും ഭൂ കെട്ടാൻ വന്നവനും ഒക്കെ ഇങ്ങോട്ട് കയറി നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് തകർത്ത് ഭൗതികങ്ങളിൽ ഭ്രമിപ്പിച്ച് എന്തൊക്കെയാണോ ഭൗതിക സുഖങ്ങളിൽ നിനക്ക് ഭ്രമിപ്പിക്കാനുള്ള യോഗമുണ്ടായത് ആ യോഗങ്ങളൊക്കെ നമുക്ക് വാരിക്കോരി തന്ന് നമുക്കപ്പുറത്തേക്കൊരു ലോകമില്ല എന്നും ഇതാണ് ഭൗതികതയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നമാണെന്നും ഞാൻ ഭൂമിയിൽ ജീവിക്കുന്നതിൽ എനിക്കപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് ചിന്തിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് ഈ ഇന്നലെ വരെ തണൽ പിടിച്ചിരുന്ന ഈ ഭഗവാൻ നേരെ അങ്ങ് പോയിട്ട് കാലനായിട്ടൊരു വരവുണ്ട് ഇങ്ങോട്ട്. നമ്മളെ നിലം പരിശാക്കും,
അങ്ങനെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട, എനിക്കിഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ആ നേതാവ്, ആ മനുഷ്യൻ വീർപ്പ് മുട്ടി തകർന്ന് കാരാഗ്രഹത്തിലേക്ക് കടന്നു പോകാതിരിക്കട്ടെ ദൈവമേ. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയട്ടെ. എവിടെങ്കിലും അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താൻ കഴിയട്ടെ. അങ്ങനെ സത്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താൻ കഴിയട്ടെ. പക്ഷേ സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള സമൂഹത്തെ നശിപ്പിക്കുന്ന നീചജന്മങ്ങൾ, ഭഗവാന്റെ മുതൽ കട്ടെടുക്കുന്ന നീചജന്മങ്ങളുണ്ടല്ലോ, ആ നീചജന്മങ്ങൾ കൊണ്ടുള്ള സഹവാസം കൊണ്ട് എത്ര പേരാണ് കാരാഗ്രഹത്തിനുള്ളിൽ, അഴിക്കുള്ളിൽ എല്ലാം ഇതുപോലെ ജീവിതത്തിലുണ്ടാക്കിയ മുഴുവൻ അറ്റാച്ച് ചെയ്തില്ലേ? ഇടി സകലതും അറ്റാച്ച് ചെയ്തില്ലേ? എല്ലാം നമുക്കൊരു വസ്ത്രം മേടിക്കണമെങ്കിൽ പോലും, അന്നം മേടിക്കണമെങ്കിൽ പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നൊരവസ്ഥ, ഗൃഹമില്ലാത്ത അവസ്ഥ, കൊട്ടാര സദൃശ്യമായ മണിമാളികകളൊക്കെ തന്നെ സർക്കാരിൻ്റെ അധീനതയിലാകുന്ന അവസ്ഥ. എന്തെങ്കിലും ഒരു കാലത്ത് ഇതിൻ്റെയൊക്കെ ബോധ്യപ്പെടുത്തലിന് ശേഷം ഇതൊന്നും സ്വന്തമായിട്ടുണ്ടാക്കിയെന്നും ഈ പണങ്ങളൊന്നും ഞാൻ ദൈവത്തിൻ്റെ പണങ്ങളൊന്നും കട്ടെടുത്തിട്ടില്ല എന്നും അനധികൃതമായും അഴിമതിയിലൂടെയും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നും എപ്പോഴെങ്കിലും കാലത്തിനും ലോകത്തിനും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അപ്പോഴൊക്കെ നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നവർ? ഇതൊക്കെ മാനസിക സംഘർഷങ്ങൾ കൊണ്ട്, മനോവ്യഥ കൊണ്ട്, മാനസിക വിഭ്രാന്തിയിലാക്കി എവിടോട്ടാണ് നമ്മൾ പോയി ചേരുന്നതറിയാതെ. ഒന്നും ആലോചിച്ച് നോക്കൂ. ജയിലറയ്ക്കുള്ളിൽ കിടക്കുന്ന കിടപ്പ് നമ്മൾ ചിന്തിച്ചു നോക്കൂ. പുരാരി ബാബു ആണെങ്കിലും പിന്നെ വാസുവാണെങ്കിലും എത്ര പേര്, ബൈജു ആണെങ്കിലും ഇവരൊക്കെ തന്നെ കുട്ടികളും കൊച്ചുമക്കളും കുടുംബമൊക്കെ ഉള്ളവരാണ് ജയിലിൽ കിടക്കുക. കുറേ കഴിയുമ്പോൾ കാലത്തിൻ്റെ വിസ്മൃതിയിൽ ആണ്ടുപോകുമെങ്കിലും മരണശേഷം പോലും ആത്മാവിന് മോക്ഷപ്രാപ്തിയില്ലാതെ ഭ്രാന്തമായി ശബരിമലയുടെ വനാന്തരങ്ങളിൽ പ്രേതാത്മാക്കളായി അലഞ്ഞു നടക്കുന്ന അവസ്ഥ ഞാൻ ആ മേഖലകളിലൂടെ നടന്നു പോകുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ്. എൻ്റെ തിരഞ്ഞെടുത്ത പ്രേതാനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രേതാനുഭവ കഥകൾ, പ്രേതഭൂമിയിലൂടെ എന്നുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ ഭൗതികതയിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഭൗതികതയിൽ ജീവിച്ച് ഭ്രമിച്ച് മറ്റുള്ളവൻ്റെ സ്വത്തും പണവും സമ്പാദ്യവും ഒക്കെ സ്വന്തമാക്കി ദുരിതപ്പെട്ട് മരിച്ച് മരണശേഷം ഗണേഷ് കുമാർ പറഞ്ഞ പോലെ നമ്മുടെ വാഴയിലയിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ശരിയാണ്. വാഴയിലയിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? മുഖമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ്, പുറമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പഴുത്ത് നീരിറങ്ങി, ശരീരം മുഴുവൻ മരവിച്ച്, ഒരു മെത്തയിൽ കിടന്നാൽ അതിൽ നിന്ന് ചൂടുണ്ടായിട്ട് ബാക്കി കൂടെ അഴുകി പോകുന്ന അവസ്ഥയാണ്. ഞാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിൻ്റെ അവസാന കാലം വാഴ ഇലയെ വെട്ടിക്കിടത്തും, വെള്ളം തളിച്ച് വിഷ്ണുക്ഷേത്രത്തിൽ നിന്ന് കരിക്ക് ജപിച്ചുകൊണ്ട് സ്പൂണിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. വേറെ ഒന്നും ഇറങ്ങൂല തൊണ്ടയ്ക്ക് താഴേക്ക്. ദഹനഗ്രന്ഥി പറ്റിപ്പോകും, മുട്ടിലെ അസ്ഥികൾ മജ്ജ മുഴുവൻ പറ്റിപ്പോകും, ദഹനഗ്രന്ഥി പറ്റിപ്പോകും. അങ്ങനെയുള്ള ആ അവസ്ഥയിലേക്ക് തെഞ്ഞു തരും. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. താനുണ്ടാക്കി കൊടുത്ത അനധികൃതമായി ഉണ്ടാക്കി കൊടുത്ത കോടിക്കണക്കിന് പണം ബന്ധുക്കളുടെ കയ്യിൽ, മക്കൾ പോലും തിരിഞ്ഞു നോക്കൂല. എൻ്റെ അടുത്ത് ചില മക്കളുമാർ വിളിച്ച് ചോദിക്കുന്നുണ്ട്, സാമി അച്ഛൻ കിടക്കണ കിടപ്പ് എങ്ങനെ പോവോ, സമയമായോ, ഇങ്ങനെ കിടന്ന് അനുഭവിക്കണ കാണാൻ വയ്യ. അയാൾ കിടന്ന് പണം കൊടുത്തും പലിശയ്ക്ക് കൊടുത്തും കട്ടും മോഷ്ടിച്ചും വിശ്വസിപ്പിച്ചും പലിശയ്ക്കെടുത്തും ഒക്കെ മറ്റവരെ പറ്റിച്ചും ചതിച്ചും ഒക്കെ ഉണ്ടാക്കി മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉണ്ടാക്കി കൊടുത്ത അപ്പൂപ്പൻ വീട്ടിൻ്റെ തെക്കേ മൂലയിൽ ഒരു വാഴയില വിരിച്ച് കിടക്കുകയാണ്. അത് ഗണേശൻ പറഞ്ഞത്, അത് ബാലേശ്വര സാറ് പറഞ്ഞതാണ്. അയ്യപ്പൻ്റെ പണമെടുത്താൽ വാഴയിൽ കിടക്കേണ്ടി വരും. ഞാൻ മറുനാടൻ ഷാജാൻ ഇതിലൊരു ഇൻ്റർവ്യൂ ഉണ്ട്. നല്ല അതിമനോഹരമായൊരു ഇൻ്റർവ്യൂ ആണ്. അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്. അദ്ദേഹം അനധികൃതമായിട്ടൊന്നും ഉണ്ടാക്കാനായിട്ട് എനിക്കറിയാൻ വയ്യ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം 100% ഉണ്ടാക്കില്ല. എന്തായാലും ശ്രീവിദ്യയുടെ ഒന്നും പണം എടുത്തിട്ടില്ല പുള്ളി. അതെനിക്ക് ശ്രീവിദ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഗണേശന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരുപാട് നന്മ ചെയ്യും, പിന്നെ ദേക്ഷ്യം എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ പറയാൻ വന്നത്, പൂർവ്വജന്മത്തിലെ ശത്രുക്കൾ ഈ ജന്മത്തിൽ സുഹൃത്തുക്കളായി വന്ന് വഞ്ചിച്ച് വിശ്വസിപ്പിച്ച് ചതിച്ച് അവൻ്റെ അവസാനകാലം ദൈവം കാലനായി വരും. അങ്ങനെ കാലനായി വന്ന് അവനെ മൃതാവസ്ഥയിലാക്കി ശ്വാസം കിട്ടാതെ മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. മരണമില്ല, ഒരുതം മരിച്ചാലങ്ങ് പോയി. പക്ഷെ മരണമില്ലാതെ അന്ത്യശ്വാസം വലിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അങ്ങനെയുള്ള ഒരുപാട് സത്യങ്ങൾ അറിയണം. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന എനിക്കറിയാതെ ഇഷ്ടപ്പെട്ടു പോയ, എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത, എൻ്റെ സുഹൃത്തല്ലാത്ത എന്നാൽ സൗഹൃദം എനിക്ക് തോന്നിയിട്ടുള്ള മനുഷ്യൻ്റെ പതനം വളരെ ആസന്നമായിരിക്കുന്നു. ഭൗതിക സുഖങ്ങളിൽ ഭ്രമിപ്പിച്ച് ജീവിച്ച അല്ലെങ്കിൽ ഭ്രമിപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ള ഈ വൃത്തികെട്ടവനെയും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സൗഹൃദം നടിച്ചു വരുന്ന പെൺകുട്ടികളെയൊക്കെ നമ്മൾ ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന കാലം
വാഴയിൽ കിടക്കേണ്ട വാഴയിലയിൽ കിടക്കുക മാത്രമല്ല, അതിനു മുമ്പ് കാരാഗ്രഹത്തിലൂടെ കിടക്കേണ്ടി വരും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തെയാണ്. ദൈവം തന്ന ജീവിതം നശിപ്പിച്ച് കളയാതിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.